ഒരു കാര്യം പൊതുജനശ്രദ്ധയിലേക്ക് വേണ്ടി ഞാൻ പറയാണ്, വിഷയത്തിൽപ്പെട്ടതല്ല. കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ 18 വർഷമായി ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജില്ലക്കാരനായ അബ്ദുറഹീമിന് മോചനത്തിന് വേണ്ടി സമാനതകളില്ലാത്ത മാനവികതയുടെ മഹാപ്രഖ്യാപനം മലയാളികൾ നടത്തി. 4-5 ദിവസങ്ങൾക്കുള്ളിൽ 34 കോടി രൂപ കളക്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് മോചനം നൽകട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല, അങ്ങനെ ആ മോചന വാർത്തയുടെ ഒക്കെ താഴെ ചില സഹോദരങ്ങൾ വന്ന് കമന്റ് ചെയ്യുകയാണ്, നിമിഷപ്രിയക്ക് വേണ്ടി കൂടി എന്താണ് നിങ്ങൾ ഇറങ്ങാത്തത് എന്ന്. മുസ്ലിങ്ങൾ പോലും അത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നിമിഷപ്രഭയ്ക്ക് വേണ്ടി ഇറങ്ങും എന്ന് പറയുകയും 2 കോടി സമ്പാദിക്കുമെന്ന് പറയുമ്പോൾ തെറ്റായ ഒരു ഇൻഫർമേഷനാണ് നിങ്ങൾ പാസ് ചെയ്യുന്നത്. ഇതൊരു പൊതുവേദി ആയതുകൊണ്ട് പൊതുജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. രണ്ടും ഡിഫറൻ്റ് ആയ ഒരു സംഭവമുണ്ട്. ഒന്ന്, ഈ പറയുന്ന അബ്ദുറഹീം 2006 അദ്ദേഹം അവിടെ പോയപ്പോൾ ആകെ 18 ദിവസമാണ് ജോലി ചെയ്തത്. അദ്ദേഹത്തിൻ്റെ സ്പോൺസറുടെ മകൻ 15 വയസ്സായ ഒരു കുട്ടിയെ പരിചരിക്കുക, സംസാരശേഷി മാത്രമുള്ള, ബാക്കി ശരീരത്തിൻ്റെ 99.9% മുഴുവൻ തളർന്നുപോയ ഒരു കുട്ടി, യന്ത്ര സംവിധാനം കൊണ്ട് ജീവൻ നിലനിർത്തുന്ന ഒരു കുട്ടി. ആ കുട്ടിയെ കാറിൽ വെച്ച് യാത്ര ചെയ്യുന്ന വേളയിൽ ഒരു സിഗ്നലിൽ കാർ നിർത്തേണ്ടി വന്നപ്പോൾ സ്വാഭാവികമായും അറബി കുട്ടികൾക്ക് ദേഷ്യം വന്നു. വണ്ടി എടുക്കാൻ പറഞ്ഞു. സൗദി അറേബ്യയുടെ ട്രാഫിക് സിസ്റ്റത്തെ അവോയ്ഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് റഹീം വണ്ടി അവിടെ നിർത്തിയിട്ടു. ഈ കുട്ടി നിരന്തരം പിറകിൽ നിന്ന് അയാളെ തുപ്പി. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ആ തുപ്പുന്നത് തടയാൻ ഒരുപക്ഷെ കൈകൊണ്ട് ശ്രമിക്കുന്നതിൻ്റെ വേളയിൽ ആ കുട്ടിയുടെ കഴുത്തിൽ ഘടിപ്പിച്ച ആ യന്ത്ര സംവിധാനത്തിൻ്റെ വയർ വിട്ടുപോയി, ബന്ധം വിച്ഛേദിച്ചു. റഹീം പറയുന്നത് കണ്ടില്ല എന്നാണ്. അല്ലാഹു അഅലം, ഞാനതിൽ ഇടപെടുന്നില്ല. കുറച്ച് കഴിഞ്ഞ് വണ്ടിയൊക്കെ എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടി സംസാരിക്കാത്തത് കണ്ടപ്പോൾ ഇത് വിച്ഛേദിച്ചത് കണ്ടു. കുട്ടിയുടെ ശ്വാസം നിലച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് നിസാറിനെ വിളിച്ചു വരുത്തി. അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അതിൻ്റെ അപ്പുറം വേറൊരു കഥയുണ്ട്, ഞാനിപ്പോൾ അത് മെൻഷൻ ചെയ്യുന്നില്ല. കോടതിയിൽ ഉണ്ടായ വേറെ സംഭവങ്ങളുണ്ട്, നിങ്ങൾ അറിയാത്തൊരു സംഭവമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാനത് ഹൈഡ് ചെയ്യുകയാണ്. പോലീസ് സ്റ്റേഷനിലുണ്ടായി, കോടതിയായി. കോടതിയിൽ ഇയാളുടെ നിരപരാധിത്വം ഇയാൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് വധശിക്ഷ വിധിച്ചു 18 കൊല്ലം മുമ്പ്. അതിൻ്റെ ഇടയിൽ അപ്പീൽ കൊടുത്തു. കോടതിയൊക്കെ മാറി അപ്പീൽ കോടതി അവസാനവും വധശിക്ഷ തന്നെയാണ് വിധിച്ചത്. നിങ്ങൾ ഓർക്കുക, ആ സൗദി കുടുംബം ഞങ്ങൾ ബ്ലഡ് മണി വാങ്ങിയിട്ട് മോചനം നൽകാമെന്ന് ഈ 18 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. സംഘുപരിവാറിന്റെ ആളുകൾ സൗദി അറേബ്യയെ പരിഹസിക്കാൻ, ആ മണി വാങ്ങുന്ന കുടുംബത്തെ അപഹസിക്കാൻ ഇങ്ങനെ കോപ്പ് കൂട്ടുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, അവരത് ആഗ്രഹിച്ചിട്ടില്ല. അഷ്റഫ് വേങ്ങാടിന്റെ നേതൃത്വത്തിലുള്ള ഈ റഹീം നിയമസഹായ സമിതി, KMCC പോലെയുള്ള സംഘടനകളുടെ നിരന്തരമായ സമ്മർദ്ദമാണ് ആ കുടുംബം അവസാന നിമിഷത്തിൽ എന്നാൽ ബ്ലഡ് മണി തന്നാൽ ഞങ്ങൾ മാപ്പ് നൽകാം എന്ന് പറഞ്ഞത്. സൗദി നിയമത്തിൽ അങ്ങനെയുണ്ട്. ഒന്നുകിൽ നിരപാധികം മാപ്പ് നൽകാം, അല്ലെങ്കിൽ ദിയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാം. രണ്ടാമത്തെ ഓപ്ഷൻ അവർ സ്വീകരിച്ചു. അതെങ്ങനെ തെറ്റാണെന്ന് പറയാൻ കഴിയും? പൈസ വാങ്ങി ക്ഷമിച്ചു എന്ന് പറയാൻ കഴിയും? എൻ്റെ മകനാണിത് വന്നതെങ്കിൽ, നിങ്ങളുടെ മകനാണിത് വന്നതെങ്കിൽ, ഇന്ത്യയിൽ അങ്ങനെ നിയമമില്ല. സൗദിയിലാണെങ്കിൽ പൈസ തന്നാ മാപ്പ് നൽകാം. ഇത് കോടതി അവരുടെ അനുവാദപ്രകാരമാണ് പിന്നെ വിട്ടുവീഴ്ച ചെയ്യുള്ളൂ. അവരുടെ കയ്യിലാണ് നിയമം. അവർ പറയാണ് ഞങ്ങൾക്ക് പറ്റില്ല, നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞാൽ 34 കോടിയല്ല 3000 കോടി മലയാളി സമാഹരിച്ചാൽ പോലും റഹീമിന് ഉമ്മയെ കാണാൻ കഴിയില്ല. ഈ അടുത്ത ദിവസം അവന്റെ കഴുത്തിൽ തല കാണില്ല. കാരണം അവന്റെ കുറ്റം തെളിയിക്കപ്പെട്ടതാണ്. അപ്പൊ പിന്നെ ആ കുടുംബത്തെ കുറ്റം പറയാൻ പറ്റുമോ? പൈസ വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് റഹീമിന്റെ കാര്യത്തിൽ. നിമിഷപ്രിയയുടെ കേസ് അങ്ങനെയല്ല. നിമിഷപ്രിയ മോചിപ്പിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഏതെങ്കിലും ഹിന്ദു സഹോദരങ്ങൾ കേൾക്കുന്നുവെങ്കിൽ ഞാൻ പറയാണ്, നിമിഷപ്രിയ യമനിൽ പോയി. ദീർഘമായ ഒരു ചരിത്രമുണ്ട്. അവരുടെ സ്പോൺസറുമായി ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ടു. അയാൾ ചതിച്ചു എന്ന് പറയുന്നു.
ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അവരിൽ നിന്ന് രക്ഷപ്പെട്ട് പാസ്പോർട്ട് അവരുടെ കയ്യിലാണ്. അത് കൈക്കലാക്കാൻ ഈ പെൺകുട്ടി അവരെ ഹൈ ഡോസിലുള്ള മരുന്ന് കുത്തിവെച്ചു. അതവർ കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ കഴിയും. കോടതിയിൽ അവരിൽ സമ്മതിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് മരിക്കാൻ വേണ്ടിയല്ല, തൽക്കാലം ഒന്ന് ഉറങ്ങാൻ വേണ്ടി ചെയ്തതാണെന്നാണ്. അതാണ് അവരുടെ വാദം. പക്ഷേ ആ ചെറുപ്പക്കാരന്റെ മൃതദേഹം നിമിഷപ്രിയ താമസിച്ച വീടിന്റെ വാട്ടർ ടാങ്കിൽ നിന്ന് കഷ്ണമാക്കിയത് പിന്നീട് പോലീസ് പിടിച്ചു. അവർ നിരപരാധിയോ അപരാധിയോ ആരോ ആകട്ടെ, അതല്ല എൻ്റെ വിഷയം. ഇവർ പറയുന്നത് എന്തുകൊണ്ട് നിമിഷപ്രിയക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നില്ല? റഹീം മുസ്ലിം ആയതുകൊണ്ടല്ലേ നിങ്ങൾ ഇടപെട്ടത്? 34 കോടി തുള്ളിയായി പെയ്ത വേനൽ മഴയായി പിന്നെ ഒരു ഇടവപ്പാതി പോലെ ഒരു ജുമഅക്ക് ശേഷം ലക്ഷക്കണക്കിന് ആ ആപ്പിൽ നമ്മൾ കണ്ടതാണ്, തുഷാരഹർഷം പോലെ മിനിറ്റുകളിൽ 2 ലക്ഷം മാറി മറിയുന്ന ഇന്ദ്രജാലം മലയാളി കാണിച്ചു. അത് റഹീം മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണോ? അല്ല. സമസ്ത സഹായിച്ചു, SKS സഹായിച്ചു, കേരളത്തിലെ മുസ്ലിം സംഘടനകളൊക്കെ സഹായിച്ചു. ഞാൻ അവരുടെയൊക്കെ പേരെടുത്ത് പറയുന്നില്ല. ഇനി എന്താ പേര് പറയാത്ത പറയാം, എല്ലാവരും പേര് പറയുന്നുണ്ട്. സമയപരിമിതി കൊണ്ടാണ് ഞാൻ എൻ്റെ സംഘടനയുടെ പേര് പറഞ്ഞു. അതല്ലാത്ത KMC സഹായിച്ചു, മതമുള്ളവൻ സഹായിച്ചു, മതമില്ലാത്തവൻ സഹായിച്ചു, എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നിമിഷപ്രിയ സഹായിച്ചൂടെ എന്ന്. പക്ഷെ പറ്റില്ല. കുഴപ്പം എന്താന്ന് വെച്ചാൽ അപ്പീൽ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു നിമിഷപ്രിയയുടെ അവസാനത്തെ ഹർജി പോലും. ഇനി 2 ഓപ്ഷനാ ഉള്ളത്. ഒന്ന്, യമനിന്റെ രാഷ്ട്രപതിക്ക് ശിക്ഷ ഇളവ് നൽകുകയോ അവരെ പൂർണ്ണമായി വിട്ടയക്കുകയോ ചെയ്യാനുള്ള നിയമമുണ്ട്. അതിന് രാഷ്ട്രപതിയിൽ സമ്മർദ്ദം ചെലുത്താൻ ബഷീർ ഫൈസി എന്ന സാധാരണക്കാരന് കഴിയില്ല, നിങ്ങൾക്ക് കഴിയില്ല. 34 കോടി കൊടുത്ത സാധാരണ മനുഷ്യന്മാർക്ക് യമൻ രാഷ്ട്രപതിയെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ കഴിയില്ല. അതിനാർക്കാ കഴിയുക? കേന്ദ്ര ഗവൺമെന്റിനാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണമെന്ന് പറഞ്ഞ് നിമിഷപ്രിയയുടെ അമ്മ, ഞാൻ പൊതുവേദിയിൽ ഉത്തരവാദിത്വത്തോടെയാണ് പറയുന്നത്, ഡൽഹി ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിപ്രായം തേടി. അവർ കൊടുത്ത മറുപടി എന്താണെന്ന് അറിയുമോ? നിമിഷപ്രിയയുടെ നിയമപ്രശ്നത്തിൽ ഇടപെടാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയില്ല, അവരുടെ കുടുംബത്തെ വേണമെങ്കിൽ ഞങ്ങൾ സഹായിക്കാം. ഇതാണ് മോഡി സർക്കാരിന്റെ മറുപടി. സംഘപരിവാറുകാരൻ റഹീമിന്റെ മോചന വാർത്തയുടെ താഴെ വന്ന് നിമിഷപ്രിയയുടെ പോസ്റ്റ് തള്ളുമ്പോൾ നിങ്ങൾ ഓർക്കുക, കേന്ദ്ര ഗവൺമെന്റിന്റെ അതിന്റെ നിലപാടാണ്. പിന്നെ 2ാമത്തെ ഓപ്ഷൻ, നിമിഷപ്രിയയുടെ മാതാവിനോ കുടുംബത്തിനോ ഈ യമനിൽ പോയി കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തെ കണ്ട്, റഹീം കൊലവുമായി ബന്ധപ്പെട്ട കൊലപാതകത്തിൽ മാപ്പ് കൊടുത്ത കുടുംബത്തെ പോലെ ആ മെഹദിയുടെ കുടുംബത്തെ കണ്ട് മാപ്പപേക്ഷിച്ച് ഒന്നുകിൽ ദിയാദനം വാങ്ങാതെ മാപ്പ്, അല്ലെങ്കിൽ ബ്ലഡ് മണി വാങ്ങിയിട്ട് മാപ്പ് കൊടുക്കാം. ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല നിമിഷപ്രിയയുടെ കാര്യത്തിൽ. അതിന് നിമിഷപ്രിയയുടെ മാതാവ് മുട്ടാത്ത വാതിലുകളില്ല, ചെല്ലാത്ത വാതിലുകളില്ല. ഇവിടുത്തെ വിദേശകാര്യ വകുപ്പിൽ സഹമന്ത്രിയാണ്, സഹമന്ത്രിയോ പൂർണ്ണമന്ത്രിയോ, സഹമന്ത്രിയാണ് കേരളീയനായ മുരളീധരൻ. വിദേശകാര്യ വകുപ്പ് ബഷീർ ഫൈസി സംസാരിക്കുന്ന ഈ നിമിഷം വരെ അനുവാദം കൊടുത്തിട്ടില്ല യമനിലേക്ക് പോകാൻ. പിന്നെ എങ്ങനെ സാധ്യമാകും? റഹീമിനെ മോചിപ്പിക്കാൻ 34 കോടി മാത്രമല്ല കാര്യമായത്, ആ സൗദി കുടുംബത്തിന്റെ ഔദാര്യമാണ്, കാരുണ്യമാണ്. അതുപോലെ റഹീം നിയമവേദിയുടെ നിരന്തരമായ ഇടപെടലാണ് ആ കുടുംബം എന്നാ പൈസ വാങ്ങിയിട്ടെങ്കിലും മാപ്പ് തരാന്ന് പറഞ്ഞത്. അവരത് പറഞ്ഞിട്ടില്ലെങ്കിൽ മലയാളികളെ, നിങ്ങൾ 3 ലക്ഷം കോടി കൊടുത്താലും സൗദി ജയിലിൽ റഹീം ഇവിടെ എത്തില്ലായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിമിഷപ്രിയയുടെ മാതാവിന് യമനിൽ പോകാൻ അനുവാദം കൊടുക്കേണ്ടത് ആരാണ്? ബഷീർ ഫൈസിയാണോ? മോഡി സർക്കാരാണ്. കൊടുത്തിട്ടില്ല. സംഘപരിവാറുകാരൻ അത് മറച്ചു വെക്കുന്നു. ഞാൻ ഡാറ്റ മുന്നിൽ വെച്ചാണ് സംസാരിക്കുന്നത്. നിയമപരമായി ഇടപെടാൻ സർക്കാരിന് കഴിയില്ല എന്നാണ് മോഡി സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരൊറ്റ പ്രതീക്ഷയുള്ളൂ അവർക്ക്. ഈ നിമിഷപ്രിയക്ക് ഒരു നിയമസഹായ വേദിയുണ്ട്, നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. ജസ്റ്റിസ് സിറിയക് ജോസഫാണ് അതിന്റെ ചെയർമാൻ. വലിയ മനുഷ്യനാണ്, നയതന്ത്രജ്ഞനാണ്, നിയമജ്ഞനാണ്.
സാമൂഹികമായി ഇടപെടുന്ന ആളാണ്. അദ്ദേഹം ഇവരൊന്നും പരിശ്രമിച്ചിട്ട് നടന്നിട്ടില്ല. നടക്കാതെ ഞങ്ങൾ എങ്ങനെയാണ് നിമിഷപ്രിയ സഹായിക്കുക? ഞങ്ങൾ വാക്ക് തരുന്നു, ഞാൻ അടക്കമുള്ള മലയാളികൾ വാക്ക് തരുന്നു, എന്നെങ്കിലും ഒരു ദിവസം നിമിഷപ്രിയ കൊലപ്പെടുത്തിയ ആ ചെറുപ്പക്കാരന്റെ കുടുംബം ബ്ലഡ് മണി ദിയാധനം വാങ്ങിച്ചിട്ട് ഞങ്ങൾ മാപ്പ് തരാമെന്ന് പറഞ്ഞാൽ എത്ര കോടിയാണെങ്കിലും, നിമിഷപ്രിയ അപരാധിയാണെങ്കിലും നിരപരാധിയാണെങ്കിലും, അമ്മയെ കാത്തിരിക്കുന്ന അമ്മയുടെ മുന്നിലേക്ക് നിമിഷപ്രിയ കൊണ്ടുവരാൻ ജാതിയും മതവും എല്ലാം മറന്നുകൊണ്ട് മലയാളികൾ ഉണ്ടാകും, കേരളമുണ്ടാകും. നിങ്ങൾ വർഗീയതയുടെ വാക്കുമായി റഹീം മുസ്ലിം ആയതിന്റെ പേരിൽ എന്ന തെറ്റായ പ്രയോഗം നടത്തി ഈ സംഭവത്തെ ഡൈവേർട്ട് ചെയ്യരുത്. രണ്ടും രണ്ടാണ്. ഞങ്ങൾക്കൊന്നും ഇതിൽ ചെയ്യാനില്ല. ചെയ്യാനുള്ളത് കേന്ദ്ര ഗവൺമെന്റിനാണ്, യമനിലെ കുടുംബത്തിനാണ്. രണ്ടാളൊന്ന് സംഭവിച്ചാൽ നിമിഷപ്രിയയുടെ മതം നോക്കാതെ ഞങ്ങൾ സഹായിക്കും. 34 അല്ല 3000 കോടി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.